എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള സ്പെഷ്യൽ അലോട്ട്മെൻറ്റിനായിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ സെപ്റ്റംബർ 18 തീയതി മുതൽ 20 തീയതി വരെ വിദ്യാർത്ഥികൾക്ക് LBS വെബ്സൈറ്റ് വഴി നൽകാവുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇൻസ്ട്രക്ഷൻസും അതായത് നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ പുതുതായിട്ട് വന്നിട്ടുള്ള കോളേജുകളുടെ ലിസ്റ്റും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം ഒഴിവ് വരുന്ന സീറ്റുകളിലേക്കും അതുപോലെ തന്നെ പുതുതായിട്ട് വന്നിട്ടുള്ള കോളേജുകളിലെ സീറ്റും ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പെഷ്യൽ അല്ലെങ്കിൽ സ്പോട്ട് അലോട്ട്മെൻറ്റുകൾ നടത്തപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, കാരണം പല വിദ്യാർത്ഥികളും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം ഈ ഒരു NOC സർട്ടിഫിക്കറ്റ് തരാതെ കോളേജുകളിലാണ് വിദ്യാർത്ഥികൾ ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച് നിങ്ങൾ അഡ്മിഷൻ എടുക്കാനായിട്ട് പോകുന്നത് എങ്കിൽ ആ ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കാതെ സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുമോ എന്ന് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കും അതുപോലെ റാങ്കും ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് അലോട്ട്മെൻറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് പറയാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം നിങ്ങൾ ഈ ഒരു സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടാം, അതുപോലെ ചിലപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടാതിരിക്കുകയും ചെയ്യാം. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ വിദ്യാർത്ഥികൾ മറ്റേതെങ്കിലും കോഴ്സ് പഠിക്കേണ്ടതായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, സെപ്റ്റംബർ 20 തീയതി വൈകുന്നേരം 3 മണിക്കുമായിട്ട് അഡ്മിഷൻ എടുക്കാതിരുന്നാൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച് NOC തരാതെ കോളേജുകളിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് 2 രീതിയിൽ ചെയ്യാം. അതായത് ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത്, ഒന്നുകിൽ ആ ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്ത് ആ ഒരു കോഴ്സ് തന്നെ പഠിക്കാം. അതല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ എടുക്കാതെ നിങ്ങൾക്ക് ഈ ഒരു സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ അഡ്മിഷൻ നേടാം. അല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് മറ്റേതെങ്കിലും കോഴ്സ് പഠിക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ പുതുതായിട്ട് വന്നിട്ടുള്ള കോളേജുകളുടെ ഡീറ്റെയിൽസ് നോക്കാം. പുതുതായിട്ട് വന്നിട്ടുള്ള കോളേജുകൾ എന്ന് പറയുന്നത് BSc MLT അതായത് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി കോഴ്സിലേക്കുള്ള 3 സെൽഫ് ഫിനാൻസ് കോളേജസാണ് വന്നിട്ടുള്ളത്. അതിൽ ഏകദേശം ടോട്ടലായിട്ടുള്ള സീറ്റുകൾ എന്ന് പറയുന്നത് ഏകദേശം 75 സീറ്റുകളാണ് ടോട്ടലായിട്ട് ഈ ഒരു പുതുതായിട്ട് വന്നിട്ടുള്ള കോളേജുകൾ ഉള്ളത്. 3 കോളേജുകളാണ് ഉള്ളത്. അത് സെൽഫ് ഫിനാൻസ് കോളേജാണ്. അപ്പോൾ അതനുസരിച്ചാണ് ഫീസ് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ അടുത്തത് ഈ ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് എറണാകുളത്ത് BSc ഡയാലിസിസ് ടെക്നോളജിയാണ് വന്നിട്ടുള്ളത്. 5 സീറ്റാണുള്ളത്. ഏകദേശം 22,010 രൂപയാണ് ഫീസ് വരുന്നത്. അടുത്തത് ഈ ഒരു ഫിസിയോതെറാപ്പി കോളേജസ് ആണ്. അതും ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോട്ടയമാണ്. അവിടെ ഏകദേശം 30 സീറ്റാണ് ഈ ഒരു അതായത് ഈ ഒരു ഫിസിയോതെറാപ്പി കോഴ്സിനുള്ളത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് 22,010 രൂപ തന്നെയാണ് ഫീസ് വരുന്നത്. അടുത്തതായിട്ട് BASLP കോഴ്സാണ്. അതായത് ബാച്ചിലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി ആണ്. അപ്പോൾ ആ ഒരു കോഴ്സ് വരുന്നത് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേറ്റീവ് ആൻഡ് കോഗ്നിറ്റീവ് ന്യൂറോ സയൻസസ് ഷൊർണൂറാണ്. അവിടെ 20 സീറ്റ് വീതം ഗവൺമെൻറ് അതായത് മെറിറ്റ് മാനേജ്മെൻറ്റ് സീറ്റുകളാണ് വരുന്നത്. അപ്പോൾ അവിടെ ഫീസ് വരുന്നത് എന്ന് പറയുന്നത് ഈ ഒരു സെൽഫ് ഫിനാൻസ് ആയതുകൊണ്ട് തന്നെ ഏകദേശം 1 ലക്ഷം രൂപയ്ക്കടുത്ത് ഒരു വർഷം ഫീസ് വരുന്നുണ്ട്. ഇത് ഗവൺമെൻറ് കൺട്രോൾഡ് കോളേജസ് ആണ്. അത് സെൽഫ് ഫിനാൻസ് കോളേജസ് ആണ് ഈ ഒരു കോളേജ് എന്ന് പറയുന്നത്. ഇനി അടുത്ത കോളേജ് എന്ന് പറയുന്നത് കാർഡിയോ വസ്കുലാർ ടെക്നോളജിയാണ്. അതായത് BCVT ആണ്. അതായത് കാർഡിയോ വസ്കുലാർ ടെക്നോളജിയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഗവൺമെൻറ് കോളേജിലാണ് വേക്കൻസി ഉള്ളത്. അതായത് ഗവൺമെൻറ് കോളേജ് ആലപ്പുഴയിലാണ്. 4 സീറ്റാണ് അതിനുള്ളത്. അതുപോലെ തന്നെ അടുത്തത് ഈ ഒരു BSc ന്യൂക്ലിയർ മെഡിക്കൽ ടെക്നോളജി കോഴ്സാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിൽ വേക്കൻസി 6 സീറ്റാണ് വരുന്നത്. 22,010 രൂപയാണ് ഈ ഒരു ഫീസ് വരുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ടോട്ടലായിട്ട് വന്നിട്ടുള്ളത് സെൽഫ് ഫിനാൻസ് കോളേജും ഗവൺമെൻറ് കോളേജും അതുപോലെ ഗവൺമെൻറ് കൺട്രോൾഡ് സെൽഫ് ഫിനാൻസ് കോളേജസുമാണ് ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള കോളേജ് ലിസ്റ്റിൽ ഉള്ളത്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനുള്ള ഇൻസ്ട്രക്ഷൻസ് നമുക്ക് നോക്കാം. 4ാമത്തെ അലോട്ട്മെൻറ്റ് മുതൽ നടക്കുന്ന ഓരോ അലോട്ട്മെൻറ്റും സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകൾ ആണ്. അതുപോലെ തന്നെ അതിൽ പങ്കെടുക്കാൻ നിങ്ങൾ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തേത്, ഓരോ ഓൺലൈൻ സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകൾക്കും വിദ്യാർത്ഥികൾ ഓൺലൈനായിട്ട് തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട്. അതായത് കോളേജ് കോഴ്സ് ഓപ്ഷനുകൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓരോ അലോട്ട്മെൻറ്റിനും അതിലേക്ക് മാത്രമായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യണം. അതുപോലെ തന്നെ മുൻപ് നടന്നിട്ടുള്ള അതായത് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് നിലവിലുള്ള എല്ലാ ഓപ്ഷനും റദ്ദ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു 4th അലോട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ പുതുതായിട്ട് വിദ്യാർത്ഥികൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അഡ്മിഷൻ എടുക്കുമെന്ന് ഉറപ്പുള്ള കോളേജിനും കോഴ്സിനും മാത്രമേ ഓപ്ഷൻ നൽകാവൂ. ഓപ്ഷൻ നൽകുന്നതിന് പ്രത്യേകിച്ച് പരിധിയില്ല. അതുപോലെ തന്നെ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ അതായത് ഓൺലൈൻ അല്ലാത്തതിൽ പങ്കെടുക്കാനായിട്ട് നിങ്ങൾ അടുത്തുള്ള LBS ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ അപേക്ഷകൻ നേരിട്ട് ഹാജരാവേണ്ടതാണ്. നിങ്ങൾക്ക് ഹാജരാവാൻ സാധിക്കില്ലെങ്കിൽ പ്രോസ്പെക്ടസിലെ അനക്സ്റ്ററിൽ പറഞ്ഞ പ്രകാരമുള്ള ഓതറൈസേഷൻ ലെറ്റർ നിങ്ങൾ ഈ ഒരു
കൊണ്ടുവരേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ ഫീസ് അടക്കേണ്ടതായിട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ സ്പെഷ്യൽ അല്ലെങ്കിൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ചതിന് ശേഷം കോളേജിൽ അഡ്മിഷൻ എടുക്കാതിരുന്നാൽ അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നത് മാത്രമല്ല തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കാൻ അനുവദിക്കുന്നതും അല്ല. അതുപോലെ തന്നെ അവസാനത്തെ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് കോളേജിൽ അഡ്മിഷൻ എടുക്കാത്തവരുടെ ടോക്കൺ ഫീ പേയ്മെൻറ്റ്, അതായത് അവസാനത്തെ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുത്തു കോളേജിൽ അഡ്മിഷൻ എടുക്കാത്തവരുടെ ടോക്കൺ ഫീസ് റീഫണ്ട് ചെയ്യുന്നതല്ല എന്നുള്ളത് പ്രത്യേകം പുതുതായിട്ട് ഇപ്പോൾ പുതിയൊരു നിബന്ധനയാണിത്. കാരണം മുൻ വർഷം ഇതേ രീതിയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വർഷം പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു നിബന്ധനയാണിത്. അപ്പോൾ പുതുതായിട്ട് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ നിലവിലുള്ള അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതല്ല. എന്നാൽ നിങ്ങൾക്ക് പുതിയ അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ പഴയ അലോട്ട്മെൻറ്റ് നിലനിൽക്കില്ല. അഡ്മിഷൻ എടുക്കാതിരുന്നാൽ പഴയതും പുതിയതും നഷ്ടപ്പെടുന്നതാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊക്കെ മുൻ വർഷം ഇതേ രീതിയിൽ നിബന്ധന വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ വർഷം പുതുക്കിയ നിബന്ധനയാണ്. അതായത് ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് തിരിച്ചു തരുന്നതല്ല എന്നുള്ളത്. അപ്പോൾ സർക്കാർ കോളേജ് അല്ലാതെ കോളേജിൽ അഡ്മിഷൻ നേടിയവർക്ക് സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിന് NOC, അതായത് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. അതായത് നിങ്ങൾക്ക് ഈ ഒരു ഗവൺമെൻറ് കോളേജിലല്ല കിട്ടിയിട്ടുള്ളതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അഡ്മിഷന് പോകുന്ന സമയത്ത് ഈ ഒരു നിങ്ങളുടെ NOC സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൻ്റെ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് ചുരുക്കിയിട്ട് നോക്കാം. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയാം. അതായത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം നടക്കുന്ന എല്ലാ അലോട്ട്മെൻറ്റുകളും ഒന്നുകിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ആയിരിക്കും അല്ലെങ്കിൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് ആയിരിക്കും. സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ആണെങ്കിൽ നിങ്ങൾ ഓൺലൈനായിട്ട് ഓരോ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിനും ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യണം. അതേസമയം നിങ്ങൾക്ക് ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റ് ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള LBSൻ്റെ ഫെസിലിറ്റേഷൻ സെൻറ്റർ, അതായത് LBSൻ്റെ ഓരോ ജില്ലയിലും ഫെസിലിറ്റേഷൻ സെൻറ്റർ ഉണ്ടാവും. ചില ജില്ലയിൽ ഫെസിലിറ്റേഷൻ സെൻറ്റർ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ആ ഒരു നിങ്ങളുടെ അടുത്ത ജില്ല ഏതാണ് അവിടെയുള്ള ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ പോവുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സെൻറ്ററിൽ പോയിക്കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റ് ആണെങ്കിൽ ആ ഒരു സെൻറ്ററിൽ പോയിക്കൊണ്ട് നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അതിനുശേഷം അന്നേ ദിവസം തന്നെ ഉച്ചയ്ക്ക് തന്നെ അതിൻ്റെ റാങ്ക് ലിസ്റ്റൊക്കെ തയ്യാറാക്കി നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് നൽകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ആണെങ്കിൽ നിങ്ങൾ ഓൺലൈനായിട്ട് ഇപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്ത ആ ഒരു സെയിം രീതിയിൽ തന്നെ ഓപ്ഷൻ നൽകുകയും അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് ഫീ പേയ്മെൻറ്റ് ചെയ്ത് അഡ്മിഷൻ നേടുകയുമാണ് ചെയ്യേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ എടുക്കുമെന്ന് ഉറപ്പുള്ള കോളേജുകളും കോഴ്സുകളും മാത്രമേ ഓപ്ഷനായിട്ട് ഉൾപ്പെടുത്താവൂ. കാരണം ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഓരോ ഘട്ടത്തിലും അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുക മാത്രമല്ല പിന്നീട് വരുന്ന സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളിൽ നിങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നതല്ല എന്നുള്ളത് കൂടി വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ എടുക്കുമെന്ന് ഉറപ്പുള്ള കോളേജും കോഴ്സും മാത്രമേ നൽകാവൂ. കാരണം നിങ്ങൾക്ക് എത്ര ഓപ്ഷൻ വേണമെങ്കിലും നൽകാം. പക്ഷെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ എടുക്കുമെന്ന് ഉറപ്പുള്ള കോളേജും കോഴ്സും ആയിരിക്കണം ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്തേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട്, അതായത് ഓൺലൈനായിട്ടല്ല സ്പോട്ട് അലോട്ട്മെൻറ്റ് നടക്കുക. നേരത്തെ പറഞ്ഞതുപോലെ LBSൻ്റെ ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ നിങ്ങൾക്ക് അതായത് ഇന്ന ദിവസം ഇത്ര സമയത്തിനുള്ളിൽ വന്നിട്ട് രജിസ്ട്രേഷൻ ചെയ്യണമെന്ന് പറയും. അത് സാധാരണ രാവിലെ 10 മണിക്കുള്ളിൽ വന്ന് രജിസ്ട്രേഷൻ ചെയ്യണമെന്നാണ് പറയാറുള്ളത്. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾ LBSൻ്റെ ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്, അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തുകൊണ്ട് പോയിട്ട് നിങ്ങൾ അവിടെ രജിസ്ട്രേഷൻ ചെയ്ത് നിങ്ങൾക്ക് വേണ്ട കോളേജ് കോഴ്സുകൾ വേക്കൻസി അനുസരിച്ച് ലിസ്റ്റ് വെബ്സൈറ്റിൽ വരും. അപ്പോൾ അത് കൃത്യമായിട്ട് അവിടെ പോയിട്ട് ഓപ്ഷനുകൾ നൽകി അതിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് അവിടെ നിന്നും അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ അന്നത്തെ ദിവസം തന്നെ നിങ്ങൾ ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടക്കേണ്ടി വരും. അതായത് ഇതുവരെ അടക്കാത്ത വിദ്യാർത്ഥികളാണ് ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടക്കേണ്ടതായിട്ട് വരിക. അത് നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ടൊക്കെ അവിടെ നിന്ന് ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യം നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പിന്നീട് തൊട്ടടുത്ത ദിവസം തന്നെ കോളേജിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് നേരിട്ട്, അതായത് ഈ ഒരു സ്പെഷ്യൽ അല്ല സ്പോട്ട് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് നേരിട്ട് പങ്കെടുക്കാനായിട്ട് പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാക്കളെ, അതായത് അച്ഛനെയോ അമ്മയോ അല്ലെങ്കിൽ ബ്രദേഴ്സിനെയോ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് പറഞ്ഞയക്കാവുന്നതാണ്. അപ്പോൾ അവരുടെ കയ്യിൽ നിങ്ങൾ ഒരു ഓതറൈസേഷൻ ലെറ്റർ നൽകണം. അത് പ്രോസ്പെക്ടസിൽ അതിൻ്റെ ഒരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് അത് ഫില്ല് ചെയ്ത് നിങ്ങളുടെ സിഗ്നേച്ചറൊക്കെ ഇട്ടുകൊണ്ട് നിങ്ങൾ അത് കൊടുത്തിട്ട് അവരെ അയച്ചാൽ മതിയാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുക മാത്രമല്ല തുടർന്ന് വരുന്ന അലോട്ട്മെൻറ്റിൽ നിന്നും അതിൽ പങ്കെടുക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നതും ആയിരിക്കില്ല. അതുപോലെ ഏറ്റവും ലാസ്റ്റ് നടക്കുന്ന ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് പങ്കെടുക്കുകയും എന്നാൽ നിങ്ങൾക്ക് കോളേജിൽ അഡ്മിഷൻ എടുക്കാത്തവരുടെ, അതായത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി, അതായത് ഏറ്റവും ലാസ്റ്റായിട്ട് അത് ഫൈനൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അലോട്ട്മെൻറ്റ് വരും. അപ്പോൾ അതിൽ നിങ്ങൾ ഈ ഒരു LBSൻ്റെ ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ പോയിക്കൊണ്ട് പങ്കെടുക്കുകയും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയും എന്നാൽ നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു, അതായത് നിങ്ങൾ അടച്ച ടോക്കൺ ഫീ പേയ്മെൻറ്റ് റീഫണ്ട് ചെയ്യുന്നതല്ല എന്നാണ് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പുതുതായിട്ട് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക്, അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ ഒരു കോളേജിൽ ജോയിൻ ചെയ്തു.
അതായത് നിങ്ങളിപ്പോൾ ഒരു എ എന്ന കോളേജിൽ ജോയിൻ ചെയ്തു എന്ന് കരുതുക. അപ്പോൾ എ എന്ന കോളേജിൽ നിലവിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം. അതിനുശേഷം നിങ്ങൾ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ ബി എന്ന കോളേജിൽ നഴ്സിങ്ങിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോഴ്സിനോ നിങ്ങൾ ഓപ്ഷൻ വെച്ചു. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ഈ ഒരു കോളേജിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ആദ്യം കിട്ടിയ സീറ്റ് പോകുന്നതും പുതിയ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ടും വരും. പുതിയ കോളേജിൽ ജോയിൻ ചെയ്യാതിരിക്കുകയാണെങ്കിൽ ആദ്യം കിട്ടിയതും പോകും, പിന്നീട് കിട്ടിയതും പോകും, അതുപോലെ തന്നെ പിന്നീട് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനുള്ള അവസരവും നഷ്ടപ്പെടും. അതേസമയം നിങ്ങൾക്ക് ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾ പങ്കെടുക്കുകയും നിങ്ങൾക്ക് പുതിയൊരു കോളേജിൽ, അത് ബി എന്ന കോളേജിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്ന് കരുതുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആദ്യം കിട്ടിയ സീറ്റ് അവിടെ തന്നെ ഉണ്ടാവും. അവിടെ നിങ്ങൾക്ക് പോയിട്ടല്ല ഓൾറെഡി അവിടെ അഡ്മിഷൻ എടുത്തതുകൊണ്ട് ആ ഒരു സീറ്റിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു LBS വഴി നിങ്ങൾക്ക് ഈ ഒരു സർക്കാർ കോളേജ് അല്ലാതെ ഏതെങ്കിലും കോളേജിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളതെങ്കിൽ ഈ ഒരു സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിന് വിദ്യാർത്ഥികൾ NOC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പല വിദ്യാർത്ഥികളും പറയുന്ന കാര്യമാണ് NOC സർട്ടിഫിക്കറ്റ് തരാത്ത കോളേജിലാണ് ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ളത്, അപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് രണ്ട് രീതിയിൽ ഇതിൽ പങ്കെടുക്കാം. അതായത് നിങ്ങൾ ഒരു കോളേജിൽ ജോയിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് NOC തരികയാണെങ്കിൽ, അതായത് ഗവൺമെൻറ് കോളേജ് അല്ലാതെ ഏതൊരു സെൽഫ് ഫിനാൻസ് കോളേജിലും നിങ്ങൾ ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കോളേജിലും NOC സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ പറ്റൂ. NOC എന്ന് പറഞ്ഞാൽ ഈ ഒരു നോൺ ഒബ്ജക്ഷൻ കം പൊസഷൻ സർട്ടിഫിക്കറ്റ്. അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ നൽകിയുള്ള ഫീസ് അതുപോലെ ഡോക്യുമെൻറ്റ്സ് എന്നിവ തിരിച്ചു തരുമെന്ന് കോളേജ് നൽകുന്ന ഉറപ്പിനാണ് NOC സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് രണ്ട് രീതിയിലാണ് ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ പറ്റുക. ഒന്ന്, അലോട്ട്മെൻറ്റ് ഒന്നും കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് സാധാരണ ഓപ്ഷൻ നൽകുന്ന രീതിയിൽ ഓപ്ഷൻ നൽകി സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം. എന്നാൽ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്ക് ഗവൺമെൻറ് കോളേജിലാണെങ്കിൽ പ്രത്യേകിച്ച് NOC സർട്ടിഫിക്കറ്റ് ഇല്ലാതെ തന്നെ ഈ ഒരു ഓപ്ഷൻ നൽകാവുന്നതാണ്. അതുപോലെ തന്നെ NOC സർട്ടിഫിക്കറ്റ് തരാത്ത സെൽഫ് ഫിനാൻസ് കോളേജ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കോളേജ് ആണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഒന്നുകിൽ നിങ്ങൾക്ക് കോളേജിൽ അഡ്മിഷൻ എടുത്ത് ആ ഒരു കോഴ്സ് തന്നെ തുടർന്ന് പഠിക്കാം. അതല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കാതെ സ്പെഷ്യൽ അല്ലെങ്കിൽ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ അഡ്മിഷൻ എടുക്കാം. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ മറ്റേതെങ്കിലും കോഴ്സ് പഠിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ വീട്ടുകാരുമായിട്ട് ആലോചിച്ച് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. കാരണം പല വിദ്യാർത്ഥികൾക്കും ആ ഒരു NOC സർട്ടിഫിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് സംശയങ്ങൾ, അതായത് എന്ത് ചെയ്യണമെന്നുള്ള കാര്യത്തിലൊരു വ്യക്തത ഇല്ലാതിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് നിങ്ങളുടെ വീട്ടുകാരോട് ചോദിക്കുക, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഇന്ന് കോളേജിൽ നിന്ന് എനിക്ക് NOC തരില്ല, പക്ഷെങ്കിൽ ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അഡ്മിഷൻ കിട്ടുള്ളൂ, അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ അഡ്മിഷൻ കിട്ടില്ല എന്ന് പറയുക. അപ്പോൾ അവർ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു നിർദ്ദേശം പറഞ്ഞു തരും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം എന്താണ് അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കാരണം തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ ആ ഒരു സീറ്റ് പോകും. അഥവാ നിങ്ങൾക്ക് സ്പെഷ്യലിലോ അല്ലെങ്കിൽ സ്പോട്ടിലോ അലോട്ട്മെൻറ്റ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ മറ്റേതെങ്കിലും കോഴ്സ് പഠിക്കേണ്ടതായിട്ട് വരും. അതേസമയം സ്പെഷ്യലോ സ്പോട്ടിലോ കിട്ടുകയാണെങ്കിൽ അഡ്മിഷൻ എടുക്കുകയും ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ, അതായത് രണ്ട് ഭാഗം ഉള്ളതുകൊണ്ടാണ്, അതായത് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അഡ്മിഷൻ എടുക്കാം, അഥവാ കിട്ടിയിട്ടില്ലെങ്കിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റില്ല, മറ്റേതെങ്കിലും കോഴ്സ് പഠിക്കേണ്ടതായിട്ട് വരും എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളോട് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ വീട്ടുകാരുമായി ആലോചിച്ചൊരു തീരുമാനം എടുക്കാനായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു കോളേജിൽ ജോയിൻ ചെയ്ത് NOC സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കോളേജിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ കിട്ടുന്ന സമയത്ത് ആദ്യം കിട്ടിയ സീറ്റ് പോവുകയും അതിനുശേഷം പുതിയ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ്. ഈ ഒരു കാര്യം പറയാൻ കാരണം മുൻ വർഷങ്ങളിൽ പല വിദ്യാർത്ഥികളും ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുകയും പുതിയ കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയും അതിനുശേഷം എനിക്ക് പഴയ കോളേജ് മതിയായിരുന്നു, ഈ ഒരു കോളേജ് താല്പര്യമില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ NOC സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല. എന്നാൽ നിങ്ങൾക്ക് ഏതെങ്കിലും പുതിയ കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ആദ്യം കിട്ടിയ സീറ്റ് പോകും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു തീരുമാനത്തിനനുസരിച്ച് ഈ ഒരു കാര്യത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ അലോട്ട്മെൻറ്റ് വന്ന ശേഷം അതിൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ അലോട്ട്മെൻറ്റ് പോവുകയും അതുപോലെ തന്നെ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റിൽ പരിഗണിക്കാതിരിക്കുകയും ചെയ്യും. അതായത് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനോ അതിൽ പങ്കെടുക്കാനോ സാധിക്കുന്നതല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഏതെങ്കിലും കോളേജിൽ ജോയിൻ ചെയ്ത് NOC സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് നിങ്ങൾ പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ്, അതായത് പുതുതായിട്ട് മറ്റൊരു കോളേജിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ പുതിയ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ അഡ്മിഷൻ എടുക്കാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം കിട്ടിയ സീറ്റും പോവും, അതുപോലെ തന്നെ ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുള്ള ആ ഒരു സീറ്റും കൂടി നഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.